അപ്പോഴേ കറി വെക്കാൻ കൊണ്ടുവന്ന കപ്പങ്ങയാണ്. അപ്പം ഞാനിപ്പോൾ ഇത് വൈകുന്നേരം ഈവനിങ് സ്നാക്കാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണേണ്. അപ്പോൾ ഇതേ നല്ല സുന്ദരി കുട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത്രയും കനത്തിൽ വേണ്ട, അതിലും കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടാ. അങ്ങനത്തെ എല്ലാം തന്നെ നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലായിടത്തും തന്നെ ആയിക്കോളും. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത് വെള്ളം ഇറങ്ങി വന്നോളേ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. 10 മിനിറ്റിന് ശേഷം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കണേണ്. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം തന്നെ വറുത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായക്ക് വൈകുന്നേരത്തെ സ്നാക്ക് അപ്പോൾ ഇതാണ്. നാടൻ കുർക്കുറേ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കപ്പങ്ങ വെച്ചിട്ട് ഇങ്ങനൊരു സാധനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. സൂപ്പറാണ് കേട്ടോ. മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ നമ്മുടെ നാടൻ കുർക്കുറേ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.